ഈ ചിലവർ പറയും എനിക്ക് നീളക്കുറവായതുകൊണ്ട് വണ്ടി ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഈ കൊച്ചു പിള്ളേരൊക്കെ വണ്ടി ഓടിക്കുന്നതോ? അവർക്ക് നീളമില്ല, ഒന്നുമില്ല. ഈ കൊച്ചു പിള്ളേർ, ഈ 5ലും 6ലൊക്കെ പഠിക്കുന്ന പിള്ളേർ വണ്ടി ഓടിച്ചു നടക്കുന്നതോ? അവർക്ക് എന്തായാലും നിങ്ങളെക്കാട്ടിലും പൊക്കം കുറവായിരിക്കും. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റും. പിന്നെ ഈ വീഡിയോ കാണുമ്പോഴേ ചതഞ്ഞിരിക്കില്ല, സ്വല്പം ഉഷാറോടെ ഉന്മേഷത്തോടെ ഇരിക്കും. അതുപോലെ തന്നെ ഈ വണ്ടി ഓടിക്കുമ്പോഴും ചതഞ്ഞ് എന്നെ കൊണ്ട് പറ്റില്ല ആ ഒരു മൈൻഡ് ഇരിക്കില്ല, സ്വല്പം ഉഷാറായിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വണ്ടി ഓടിച്ച് തോറ്റ ചേച്ചിമാർക്ക് വേണ്ടിയുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലാണ്. ഞാൻ ജിഗിൽ ഷാജി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? ഈ ബാക്കിൽ കാണുന്ന വണ്ടിയില്ലേ, അതേപോലുള്ള വണ്ടി ഓടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതുപോലെ വണ്ടി ഓടിച്ച് വീഴുകയോ അല്ലെങ്കിൽ പിന്നെ വണ്ടി ഓടിക്കാൻ ഇനി പേടിയുള്ളവർക്ക് വേണ്ടിയുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വണ്ടി ഓടിക്കാൻ വലിയ ആനക്കാര്യമൊന്നുമല്ല, നമ്മളെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റും. ആ ഒരു കോൺഫിഡൻറ്റ് അത് മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ വണ്ടിയെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഹെൽമെറ്റ് ഉപയോഗിക്കുക. ഇതിപ്പോൾ ആണുങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഹെൽമെറ്റാണ്. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും ഹെൽമെറ്റ് കഴുകരുത്. അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഹെൽമെറ്റൊന്നും കഴുകാറില്ല. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽമെറ്റ് കാണുമ്പോൾ ആരിലേക്ക് എടുത്തുകൊണ്ട് പോകും. അനുഭവം ഉണ്ടേ കേട്ടോ. അല്ലെങ്കിൽ ഹെൽമെറ്റ് ഈ ഹാഫ് ഹെൽമെറ്റ് വാങ്ങിച്ച് ടിക്കി സൂക്ഷിക്കുക. ഓക്കെ, നമുക്കിനി വണ്ടിയിലേക്ക് കിടക്കാം. ഈ ഫസ്റ്റിൽ തന്നെ ഈ ഗ്ലാസ് രണ്ടും ഊരി മാറ്റരുത്, പ്രത്യേകം പറയും കേട്ടോ. അതുപോലെ തന്നെ സ്റ്റാൻഡ് തട്ടാതെ വണ്ടി ഓടിക്കരുത്. ഇനി നമുക്ക് വണ്ടിയെ പറ്റി പഠിക്കാം. ഇതാണ് ആക്സിലേറ്റർ. അപ്പം ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകും. ഇത് ഫ്രണ്ട് ബ്രേക്ക്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വണ്ടിക്കൊന്നുമില്ല, പഴയ വണ്ടിക്കൊക്കെ ഉണ്ട്. ഇത് ഹെഡ്ലൈറ്റ് പാർക്ക് സ്വിച്ചാണിത്. ഇത് വണ്ടി സ്റ്റാർട്ടാക്കുന്ന സ്വിച്ചാണ്. ഇത് പിന്നെ അറിയാമല്ലോ, താക്കോൽ കിറ്റ്. ഇത് പിന്നെ ചോക്കാണ്. എൻ്റെ വണ്ടിയുടെ വർക്കല്ല, പക്ഷേ എൻ്റെ വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടായതുകൊണ്ട് ചോക്കിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതാണ് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും ആക്കുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റും, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡിമ്മും. ഇതിൻ്റെ ഒരു എംബളമൊക്കെ ഉണ്ട് പുതിയ വണ്ടിക്ക്, പഴയ വണ്ടി ആയതുകൊണ്ട് അതൊക്കെ മഞ്ഞു പോയി. ഇത് പിന്നെ സൈഡിലോട്ട് തിരിയേണ്ട ഇൻഡിക്കേഷനാണ്. നടുക്കോട്ട് എനിക്ക് കഴിഞ്ഞാൽ ഇൻഡിക്കേഷൻ ഓഫാവും. വലത്തോട്ടാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ, ഇടത്തോട്ടാണെങ്കിൽ പിന്നെ ഇങ്ങനെ. ഓക്കെ, ഇത് പിന്നെ ഹോണിൻ്റെ സ്വിച്ചാണ്. കണ്ടോ, ഇത് പിന്നെ ഹോണിൻ്റെ സ്വിച്ചാണ്. ഇത് പിന്നെ സാധാ പിടിക്കാൻ, ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് പിടിക്കാൻ വേണ്ടിയേ ഉള്ളൂ. പിന്നെ ഇത് പിന്നെ ബാക്കിൽ ബ്രേക്കാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതിൻ്റെ ഈ ഇതില്ലേ, ഇത് മിക്കവരും ചെയ്യുന്നത് ഹൈയിലാക്കി വെക്കും. ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെട്ടത്തിലാക്കി വെക്കും. ബാക്കിയുള്ളവർക്ക്, അതായത് വണ്ടി എതിരെ വരുന്ന വണ്ടികൾക്ക് ചിലപ്പോൾ നല്ല ബുദ്ധിമുട്ടായി. ഈ 24 മണിക്കൂറും കത്തി കിടക്കുന്നതല്ലേ ഇപ്പോഴത്തെ വണ്ടിയുടെ ഈ ഹെഡ്ലൈറ്റ്. അപ്പം എതിരെ വരുന്ന വണ്ടിക്ക് സ്വല്പം ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കുന്ന നേരത്ത് നിങ്ങൾ വണ്ടി ഓടിക്കാൻ നേരത്ത് ഇത് ഡിമ്മാക്കി കൊടുക്കുക. എതിരെ വരുന്നവൻ്റെ ഈത്തോളിയും പ്രിയാക്കൊന്നും കേൾക്കാതിരിക്കും. അപ്പോൾ ഇതാണ് വണ്ടിയുടെ മീറ്റർ. ഇപ്പോൾ ഇതിപ്പോൾ അനലോഗ് മീറ്ററാണ്. ഇപ്പോൾ വരുന്ന പുതിയ വണ്ടിക്കെല്ലാം ഡിജിറ്റൽ മീറ്ററാണ്. പിന്നെ ഇത് വണ്ടി നമ്മൾ എത്ര മൈൽ സ്പീഡിലാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ളതാണിത്. ഇത് പിന്നെ ഈ അക്കം നമ്മുടെ വണ്ടി എത്ര കിലോമീറ്റർ നമുക്ക് ഇതുവരെ ഓടി ഉള്ളതിൻ്റെ അറിയാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് ഇത് നമ്മുടെ വണ്ടിക്കകത്തുള്ള പെട്രോളിൻ്റെ അളവ് കാണിക്കുന്ന ഗേജാണ്. ഇതും ഡിജിറ്റലല്ല, അനലോഗാണ്. അപ്പോൾ വണ്ടിയുടെ ഇപ്പോൾ ഫുള്ളാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും, അത് ഒട്ടുമില്ലെങ്കിൽ ഇങ്ങനെ. ഏതൊരു വണ്ടിയായാലും അത് ഉരുട്ടിപ്പടിക്കുക. ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ് ചെയ്യേണ്ടത് ആ വണ്ടി ചൊവ്വിന് നിങ്ങൾ ഉരുട്ടിപ്പടിക്കുക. ഉരുട്ടി പഠിച്ചതിന് ശേഷം നിങ്ങളത് ആ വണ്ടി ഇങ്ങനെ കാലും കൊണ്ട് 2 കാലും അപ്പുറത്തും ഇപ്പുറത്തും ഇട്ട് തുഴഞ്ഞു പിടിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആക്സിലേറ്റർ മെല്ലെ കൊടുത്ത് നിങ്ങൾക്ക് ഡ്രൈവിങ്, അതായത് വണ്ടി ഓടിക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി ഒന്ന് വിശദമാക്കി പറയാം. ഫസ്റ്റിൽ നമുക്ക് ചെയ്യേണ്ടത് വണ്ടി ആദ്യം ഒന്ന് ഉരുട്ടിപ്പിടിക്കുക. അതായത് നമ്മൾ കൊച്ചു പിള്ളേരൊക്കെ സൈക്കിൾ ഉരുട്ടത്തില്ലേ, അതുപോലെ ഉരുട്ടിപ്പിടിക്കുക. നിങ്ങൾക്ക് എത്രമാത്രം ആവതുണ്ടോ വേറെ ആരുടെയും സഹായമില്ലാതെ നിങ്ങൾ തന്നെ വണ്ടി എടുക്കുക. അത് വണ്ടി എടുക്കുമ്പോൾ ചെറിയൊരു ധൈര്യത്തോടു വേണ്ടി എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു മൈൻഡിലൂടെ വണ്ടി എടുക്കുക. വണ്ടി എടുത്തു കഴിഞ്ഞ് നിങ്ങളത് വണ്ടി ഉരുട്ടി തന്നെ വണ്ടി താക്കോൽ എടുക്കുകയോ വേണ്ട, ആ വണ്ടി നിങ്ങൾ ഉരുട്ടിപ്പിടിക്കുക. അപ്പോൾ വണ്ടി എടുക്കാൻ നേരത്ത്, വണ്ടി ഉരുട്ടിപ്പിടിക്കാൻ നേരത്ത് വണ്ടി നിൽക്കേണ്ടത്, അതായത് ഇങ്ങനെ സെൻറ്റർ ഇങ്ങനെ കറക്റ്റ് വണ്ടി എടുക്കുമ്പോൾ നമ്മളിങ്ങനെ തൂക്കല്ല നിൽക്കേണ്ടത്,
പക്ഷേ സ്വല്പം ഇടത്തോട്ട് ചരിഞ്ഞ് വേണം നിൽക്കും. നിങ്ങൾ ഇടതുവശത്ത് നിന്നല്ല വണ്ടി ഉന്തി പഠിക്കുന്നത്. അപ്പോൾ വലതുവശത്തോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടിയും കൊണ്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇടത്തോട്ട് വെച്ച് വണ്ടി ഉന്തി പഠിക്കുക. ഒരു കാരണവശാലും വണ്ടി വലത്തോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി കൈന്ന് താഴെ പോകുന്നതാണ്. ഒരു 2-3 ദിവസം നമുക്ക് കൈ തെളിയാൻ എന്തായാലും വേണം. നല്ലപോലെ ഉരുട്ടി പഠിക്കുക. അപ്പോൾ ഉരുട്ടി പഠിക്കുമ്പോൾ നമുക്കൊരു പ്രയോജനമുള്ളത്, നമ്മുടെ ഈ ബ്രേക്ക് ഇല്ലേ, ഈ ബ്രേക്ക് നമ്മുടെ കൈ നിൽക്കും. വണ്ടി ഇപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഉരുട്ടി പഠിക്കുക. നമുക്ക് ഇത്ര പിടിച്ചാൽ വണ്ടി നിൽക്കും എന്നുള്ളൊരു ഫ്രണ്ടിലെ ബാക്കിലെ ബ്രേക്കിൻ്റെ ഒരു കൺട്രോൾ നമുക്ക് മനസ്സിലാവും ചെയ്യും. അതുപോലെ വണ്ടിയുടെ വെയിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വണ്ടിയെ നമുക്കിപ്പോൾ ഒരുമാതിരിയൊക്കെ ഉരുട്ടി പഠിച്ച് ഇപ്പോൾ ഉരുട്ടി പഠിച്ച് കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വരുമല്ലോ. ആ വിശ്വാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ മുകൾ ഭാഗത്ത് കയറിയിരിക്കുക. അതായത് സീറ്റിൽ അപ്പുറം ഇപ്പുറം കാലിട്ട് ഇരിക്കുക. അത് വേറെ ഒരാളുടെ സഹായം പരമാവധി ഇല്ലാതെ വേണം. അത്രയ്ക്ക് പേടിയാണെങ്കിൽ ഒരാളെ വിളിക്കാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റിൽ അപ്പുറം ഇപ്പുറം കാലിട്ടിരിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ മെല്ലെ 2 ബ്രേക്കും പിടിക്കുക. ഈ ബ്രേക്ക് പിടിക്കുക. ഇത് ഫ്രണ്ട് ബ്രേക്ക്, ഇത് ബാക്ക് ബ്രേക്ക്. ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചാണ്. അപ്പോൾ ഈ 2 ബ്രേക്കും കൂടെ ഒന്ന് പിടിക്കുക. പിടിച്ചതിന് ശേഷം ആ ബ്രേക്കിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി കഴിഞ്ഞ് നിങ്ങൾ ബ്രേക്ക് മെല്ലെ വിട്ടിട്ട് 2 ബ്രേക്ക് മെല്ലെ വിടുമ്പോൾ വണ്ടി മുന്നോട്ടോ പുറമോട്ടോ പോകുന്നുണ്ടോ നോക്കണം. വണ്ടി പുറമോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ആ വണ്ടി പുറമോട്ട് പോകുന്ന ദിശയിലോട്ട് നേരെ തിരിച്ചു വെക്കുക. അതായത് ഈ വണ്ടി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പോൾ പുറമോട്ട് പോവുകയാണ്. അപ്പം നിങ്ങൾ വണ്ടിയെടുത്ത് തിരിച്ച് ആ ഒരു ദിശയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വണ്ടി ഈ ഉന്താനുള്ള ടെൻഡൻസി ഇതില്ലേ, ഈ ഉന്താനുള്ള ടെൻഡൻസി അത്ര ബലം കൊടുക്കേണ്ട കാര്യമില്ല. ചെറിയൊരു ഇറക്കമാണെങ്കിൽ നിങ്ങൾ അപ്പുറം ഇപ്പുറം കാലിട്ട് വണ്ടി ഇറക്കത്തോട്ട് ചെറുതായിട്ട് ഉന്തിപ്പോകാവുന്നതാണ്. തിരിച്ച് നമുക്ക് അല്ലാതെ ഇറങ്ങി നിന്ന് വണ്ടി ഉന്തിക്കൊണ്ട് വരാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം. നിരപ്പാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ വണ്ടി കയറി നമുക്ക് തുഴഞ്ഞ് പഠിക്കാവുന്നതാണ്. ഇത് 2 കാര്യം പഠിച്ചു കഴിയുമ്പോഴല്ലോ വണ്ടി നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്രയും പഠിച്ചല്ലോ, അപ്പോൾ നമുക്ക് സ്വല്പം വണ്ടി സ്റ്റാർട്ടാക്കി പഠിക്കാം എന്നുള്ളൊരു ചെറിയൊരു മോഹം വരും. ഇതിപ്പോൾ വണ്ടി സ്വല്പം 5 മിനിറ്റ് ഉന്തി, അത് കഴിഞ്ഞ് 5 മിനിറ്റ് കയറിയിരുന്ന് തുഴഞ്ഞുന്തി, എന്നിട്ട് ഞാൻ വണ്ടി പഠിച്ചു എന്നുള്ളൊരു ഇത് വരില്ലേ. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഒരു ആ ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന എത്ര ദിവസമാകും, അത് ഒരാഴ്ചയൊന്നും എടുക്കില്ല, 2-3 ദിവസം, 2-3 ദിവസമുള്ള എടുത്ത് വണ്ടിയുടെ കറക്റ്റ് വെയിറ്റ് ബാലൻസ് ആയി കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാവൂ കേട്ടോ. പിന്നെ നിങ്ങൾ കയറിയിരുന്ന് തുഴഞ്ഞ് പഠിക്കുക. തുഴഞ്ഞ് പഠിക്കുമ്പോൾ വണ്ടി സ്വല്പം സ്പീഡ്, അതായത് ഇറക്കം അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നിരപ്പാണെങ്കിൽ സ്വല്പം സ്പീഡായി കഴിയുമ്പോൾ നമ്മുടെ കാലെടുത്ത് വണ്ടിയുടെ ഫ്ലാറ്റ് വെക്കുക അല്ലേ. 2 കാലും അങ്ങനെ ഫ്ലാറ്റ് വെച്ച് പിന്നെ വെച്ച് അങ്ങനെ കുത്തി കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് ഈ വണ്ടി നിർത്താനും വണ്ടി എടുക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടല്ലേ മിക്ക പെണ്ണുങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. ഈ വണ്ടി നിർത്താൻ പോകുമ്പോൾ ഈ കാലും തൂക്കിയിട്ട്, അതായത് തൂക്കിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 2 കാലും തൂക്കിയിട്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് വെച്ച് കഴിഞ്ഞാൽ വല്ല കല്ലോ വല്ല കമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാല് തട്ടിയിട്ട് കാല് നമ്മുടെ പുറമോട്ട് പോവുകയും ചെയ്ത് നമ്മൾ മറിഞ്ഞിട്ട് വീഴും. അപ്പോൾ അങ്ങനെ ചെയ്യല്ലേ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ലേ, അത് ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരിത്, ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറി കിട്ടും അതല്ലേ. വണ്ടി നിർത്താൻ നേരത്ത് കാലെടുത്ത് കുത്തുക, അന്നത്തെ വശം നമുക്ക് കാലെടുത്ത് ഇങ്ങനെ വെക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ വണ്ടിയുടെ അത് ഇത്രയും പഠിച്ചതിന് ശേഷം, നല്ലപോലെ പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവൂ കേട്ടോ. അതിനുശേഷം നമ്മുടെ വണ്ടിയുടെ താക്കോലും എല്ലാം ഉണക്കുക. നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കുന്ന പ്രത്യേകത എങ്ങനെ അറിയോ, ഈ ബ്രേക്ക് പിടിച്ചിട്ട് വേണം സ്റ്റാർട്ടാക്കാൻ. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ വണ്ടി സ്റ്റാൻഡ് തട്ടിയിട്ട് വേണം വണ്ടി ഓടിക്കാൻ. പിന്നെ ഹെഡ്ലൈറ്റ് ഡിമ്മാക്കുക. ഈ 2 കാര്യം ചെയ്യണം. പിന്നെ നിങ്ങൾ ഹെൽമെറ്റും വെച്ച് പഠിക്കുക. അപ്പോൾ ഈ 3 കാര്യം മറക്കല്ലേ. ഈ 3 കാര്യം ചെയ്തിട്ട് വേണം വണ്ടി എടുക്കാൻ. ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് താക്കോൽ ഉണക്കുക. അത് കഴിഞ്ഞ് ഫ്രണ്ടിലെ ബാക്കിലെ ബ്രേക്ക് പിടിക്കുക. അത് കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ടാക്കുക. കണ്ടോ, ഈ സ്ലോ സ്പീഡ് സ്വല്പം കുറച്ചിട്ടേക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ കൈ കൊടുക്കുന്നത്. മനസ്സിലായോ? ചിലവരുണ്ട് ഈ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഞെക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്റ്റാർട്ടർ കംപ്ലൈൻ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വണ്ടിയുടെ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക വണ്ടിയുടെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്. നിങ്ങളൊരു വണ്ടി എടുക്കുമ്പോൾ, രാവിലെ എടുക്കുമ്പോൾ വണ്ടി മിസ്സിങ് ഉണ്ടോ, അതായത് സ്റ്റാർട്ടാകും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സ്റ്റാൻഡ് വെച്ച് കിക്കറടിച്ച് വേണം വണ്ടി സ്റ്റാർട്ടാക്കാൻ. അല്ലാത്ത പക്ഷം ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടാകുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും
സെൽഫ് തന്നെയാണ് ഉപയോഗിക്കാൻ ബെറ്റർ. ഞാനങ്ങനെയാണ്. എൻ്റെ വണ്ടി ഇപ്പോൾ ഒറ്റയടിക്കാൻ ഷാർട്ടാണ്. ഞാനിപ്പോൾ കിക്കർ തൊടാറേ ഇല്ല. ഞാനിപ്പം ഇങ്ങനെയാണ്. ഇപ്പോൾ വണ്ടി വാങ്ങിച്ചതിന് ശേഷം ഇപ്പം 6-7 വർഷമായി എൻ്റെ ഈ വണ്ടി വാങ്ങിച്ചിട്ട്. ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കുക. വണ്ടി ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കേണ്ട, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. വണ്ടി സ്റ്റാർട്ടായി കഴിയുമ്പോൾ വണ്ടി നമുക്ക് വിടുക. ഓക്കെ, അത്രയും മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്, വണ്ടി നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞ് നമ്മൾ സ്റ്റാൻഡ് തട്ടിയിട്ട് വേണം വണ്ടി എടുക്കാൻ. അപ്പോൾ നമുക്ക് വണ്ടി ഉരുട്ടിയ ഒരു പ്രാക്ടീസുണ്ട്, വണ്ടി കയറി നിന്ന് തുഴഞ്ഞൊരു പ്രാക്ടീസുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഹാൻഡിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഈ വശമായി കഴിയും. അതുപോലെ വണ്ടിയുടെ വെയിറ്റ് നമ്മുടെ കയ്യിൽ വശമായി കഴിയും. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത്. അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിലെ ബ്രേക്ക് പിടിക്കുക. അതായത് ഫുള്ള് ബ്രേക്കിൻ്റെ കണ്ടീഷൻ നമുക്ക് മനസ്സിലായല്ലോ, അറിയാമല്ലോ. അപ്പോൾ എനിക്കിപ്പം ബ്രേക്ക് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലെ ബ്രേക്ക് പിടിക്കുകയാണ്. പിടിച്ച് കഴിഞ്ഞ് ആക്സിലേറ്റർ കൊടുക്കുക. അപ്പം കണ്ടോ, ഈ ഒരു ഇതുണ്ട്. നമുക്ക് എത്ര തിരിച്ചാൽ വണ്ടി മുന്നോട്ട് പോകും, ആ ഒരു കണ്ടീഷൻ നമുക്ക് മനസ്സിലാകും. അത് കണ്ടോ, ബാക്കിലെ ബ്രേക്ക് പിടിക്കുക, അത് കഴിഞ്ഞ് ആക്സിലേറ്റർ മുന്നോട്ട് കൊടുക്കുമ്പോൾ എത്രമാത്രം നമുക്ക് വണ്ടി മുന്നോട്ട് പോകുന്നു. കണ്ടോ, മുന്നോട്ട് പോകുന്നു. എന്നിട്ട് മെല്ലെ നമ്മൾ ബ്രേക്കിൽ നിന്ന് വിടുക. മെല്ലെ നമ്മൾ ബ്രേക്കിൽ നിന്ന് വിടുക. എന്നിട്ട് ആ ഒരു കണ്ടീഷൻ നമുക്ക് മനസ്സിലാവില്ല, ഇത്ര ലെവൽ മനസ്സിലാവുമല്ലോ. ആ ലെവലിലൊത്ത് നമ്മൾ മെല്ലെ വണ്ടി എടുക്കുക. മെല്ലെ വണ്ടി എടുക്കുക. അപ്പം അങ്ങനെ മെല്ലെ വണ്ടി ഓടിച്ച് നിങ്ങൾ പഠിക്കുക. മെല്ലെ വണ്ടി ഓടിച്ച് പഠിക്കുക. അപ്പോൾ തന്നെ നമുക്ക് വണ്ടി ഉന്തിയുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. വണ്ടിയുടെ മുകളിൽ അപ്പുറം ഇപ്പുറം കാലിട്ട് നമ്മൾ ഇരുന്ന് വണ്ടി ഉന്തിയുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ആക്സിലേറ്ററിൻ്റെ ഒരു ഇപ്പോൾ ഇത്രയും വെക്കുമ്പോൾ വണ്ടി പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് മെല്ലെ ഓടിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതെൻ്റെ ഈ മീറ്ററില്ലേ, ഈ മീറ്ററിനകത്ത് ഈ പച്ച വരെ കൊടുത്തിട്ടില്ലേ, ഒരു 30, 40, 50 ഇടയ്ക്ക് പോയാലേ നമ്മുടെ വണ്ടിക്ക് മൈലേജ് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക. അതല്ലേ, ഈ 20, 30 പോവാതെ സ്വല്പം 40, ഒരു 35, 40 ഒക്കെ പോവുക. അപ്പം ഫസ്റ്റിൽ നമുക്ക് പോകണമെന്ന് പറയുന്നില്ല, അത് വണ്ടിയുടെ ഈ മൈലേജിനെ പറ്റിയും പറഞ്ഞു കേട്ടോ. എല്ലാ വണ്ടിക്കും മിക്കതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. വണ്ടി സ്റ്റാർട്ടാക്കാൻ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ല ഗ്രൗണ്ടിലോ, അതായത് വേറെ വല്ല ഒരാളുടെ സഹായം കൂടെ വേണം. വണ്ടി സ്റ്റാർട്ടാക്കുമല്ലേ, വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ വേറെ ആളുടെ സഹായം കൂടെ വേണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്രൗണ്ടിലോ വണ്ടി ചെളിയൊന്നും ഇല്ലാത്തടത്ത് വണ്ടി കൊണ്ടുപോയി പഠിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ നല്ലതുപോലെ ഇപ്പം വണ്ടി ഓടിക്കും എന്നുള്ളൊരു വരത്തില്ലേ, അപ്പം പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ലോഡ് കയറ്റുക. അതല്ലേ, ഈ ലോഡ് കയറ്റാൻ നേരത്ത് നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. പുറകെ ഒരാളെ വണ്ടി കയറ്റിക്കൊണ്ട് എങ്ങനെ ഓടിക്കാം എന്നുള്ളൊരു ചെറിയൊരു പേടി കാണും. അപ്പോൾ ഒന്നും പേടിക്കാനില്ല. നിങ്ങൾ സാധാരണ ഓടിക്കുന്നത് പോലെ തന്നെ പുറകെ ഒരാളിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ TVSൻ്റെ വണ്ടിക്കൊക്കെ ഈ ബോഡി ബാലൻസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കറക്റ്റ് എന്ന് വെച്ചാൽ വണ്ടി ഇങ്ങനെ നേരെ തന്നെ ഇരിക്കും. ആ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞാലും അത് പുറകെ കിടന്ന് പുറകെ ഇരിക്കുന്ന ഒരാൾ തിരിഞ്ഞു നോക്കിയാലും തിരുവാതിര കളിച്ചാലും നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി വെട്ടത്തില്ല. നിങ്ങൾ വണ്ടി ഓടിക്കാൻ പഠിക്കുക. വണ്ടി നമുക്ക് കയ്യിൽ നിന്ന് മാക്സിമം വെട്ടാതിരിക്കുക. നിങ്ങൾ ഈ 3 സ്റ്റെപ്പ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് ഇപ്പോൾ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കണ്ടുമുട്ടാം. അതുവരെ ബൈ. സെക്കൻഡ് പാർട്ട് അപ്ലോഡായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഫസ്റ്റ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നിങ്ങളത് ചെക്ക് ചെയ്താൽ മതി.